ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മ കൂട് പിടിക്കാൻ വേണ്ടി പോകണം. കൂട് പിടിക്കാൻ പോകണമെന്നല്ല, കൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ട ഏകദേശം ഇത്ര എത്തി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടാ ഗൈസ്. അപ്പോൾ ഇമാരാണ് ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുത്തേച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോസിലൊന്നും ഇല്ലായിരുന്നേട്ടാ ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം 1.5 വർഷം ആയിട്ടില്ല കേട്ടോ, 1.5 വർഷം ആയിട്ടില്ല, 1.5 വർഷം ആകുമ്പോൾ പോകണുള്ളൂ. അപ്പോൾ ഇത്രയും നാള് വളർത്തിയ കൂടാണ്ട് ഗൈസ് നമ്മൾ പിടിച്ചോണ്ടിരിക്കണം. മെയിനായിട്ട് പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ മീനൊന്നും വാങ്ങിച്ചിട്ടുള്ള എല്ലാം നമ്മൾ ചീനോലേക്ക് കിട്ടണതും ഉടക്കോലേക്ക് കിട്ടണം, ചൂണ്ടിട്ട് കിട്ടണം, കേട്ട് എടുത്തിട്ടാണ്ട ഗൈസ്. അതേ ഞാൻ മീനൊക്കെ ഒന്ന് കാണിച്ചു തരാം. സംഭവം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മീനിട്ട് ഗൈസ്. ഒരു കാളാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാല്ല, ഏകദേശം ഒരു 3-4 കാളാഞ്ചിന്ന് നമ്മൾ ഇട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അതിലൊരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 കിലോ 4.5 കിലോ എടുത്ത് റേഞ്ച് വന്നിട്ടുണ്ടോ. അത്രയും പെട്ട കാളാഞ്ചിയാണ് ഓർമ്മ അയക്കണം. കാണിച്ചു തരാം കേട്ടോ. ഗൈസ് കളഞ്ചിക്ക് ഇതാണ്ടാ കളഞ്ചി സെറ്റ് കളഞ്ഞാണ്ട കഴിച്ചത്. അതേ ഞാനുണ്ട്, അതുണ്ട്, ആലുണ്ട്, അനൂപുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട് കഴിച്ചത്. ആശാനും ബാബനും ഇതേ വീട്ടിൽ മീൻ വെക്കാൻ വേണ്ടി പോയേക്കണം. അപ്പോൾ നമ്മൾ പിടിച്ചത് വേറൊന്നുമല്ല, നമ്മുടെ പുഴയിലെ വെള്ളം ഇപ്പോൾ കലങ്ങി, മഴയൊക്കെ പെയ്തിട്ട് ആകെ കലങ്ങി. വറ്റകൾക്ക് ഒട്ടും പല്ല. വെള്ളം കലങ്ങി കഴിഞ്ഞാൽ വറ്റകൾ പെട്ടെന്ന് ഡെത്തായി പോകും. അതുകൊണ്ടാണ് കഴിച്ച നമ്മൾ അങ്ങനെ മീൻ പിടിച്ചത്. അപ്പോൾ നമുക്ക് നേരെ കുറച്ചുകൂടി പിടിക്കാനുണ്ട്, കുറച്ചുകൂടി പിടിച്ചിട്ട് വരാം. ബാ കഴിച്ചപ്പോഴേ കോരോരുടെ മീൻ. ഓ വല കീരല്ല അവിടെ വിട്ടോരുത്. പൊക്കി പിടിക്ക്, ഇറങ്ങിക്ക്. എവിടെ തീ കണ്ടിട്ട് വല്ല 2 കിലോ ഒക്കെ തോന്നിക്കോളാട്ടാ, സത്യമായിട്ട് ഇറങ്ങിക്കടാ. ഇതെങ്ങനെ പോയാലും 3 കിലോ 4 കിലോ എടുത്തുണ്ടാവും. ഇങ്ങനെ പിടിക്കും സെറ്റ്. പൊക്കി അതേപോലെ നമ്മുടെ 1.5 വർഷം വളർത്തിയെടുത്ത കളഞ്ഞണ്ട സീസ്. നോക്കി ഇതെങ്ങനെ പോയാലും ഒരു 3.5-4 കിലോ ഉണ്ടാവും. ഗായ്സേ അനൂപ് ഒരു കോരോരാൻ വേണ്ടി പോകണണ്ട ഗൈസ്. മോനെ മിടുക്കൻ ചെറിയൊരു മുടുക്കനാണ്. എടാ ആ കറുപ്പ് എന്തിടാ, കറുപ്പിനെ അടിപ്പിച്ച് നോക്കിയാ ചിലപ്പോ കിട്ടേക്കും. എന്റെ മോ ഗൈസ് കയറി ചവിട്ടിയത് ചെമ്പലിലാണ്ട്. നോക്കിയേ എന്റെ മോ ചെമ്പല്ലി ഗൈസ്. ഇങ്ങനെ കോരല്ല എന്റെ സൈഡ് പിടിക്കുക. എന്റെ മോ പെടപ്പിച്ച് എടാ നച്ചറിന്റെ കേട്ടോ നോക്കണം. നച്ചറുണ്ട്. ആ പോരാ ഹലോ ഞാനത് കണ്ടു തിന്നോന്ന്. കാളാഞ്ചി ഒരു വറ്റയുടെ കേസ്. ഈ വറ്റയെന്നൊക്കെ പറഞ്ഞ ഏകദേശം 1.5 കിലോ, 1.5 ഉണ്ടാവില്ല, 1.100 1.200 റേറ്റ് തന്നെയാണ് ടൈസ്. റേറ്റ് അല്ല, കിലോ തന്നെയാണ് ടൈസ്. അതേ ഈ കാളാഞ്ചി അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. എന്നെ കിട്ടണോട്ടാ മറ്റേ കറുപ്പ് കാന്തിക്കോ നോക്കണ്ട. നച്ചറില്ല കാന്തിക്കോ. പഠിച്ചോ. ആഹാ ദീലട്ടോ കുറച്ചുള്ളൂ കളിക്കാനുള്ള. മറ്റേ കറുപ്പ് കിട്ടാതെ പോയ ക്ലാറ്റിയാടാ ഇല്ലേ ക്ലാറ്റി ശരി അടുത്തോ. കറുപ്പ് അടക്കം നോക്കി. കറുപ്പ് തേനാടാ ചെമ്പല്ലി കുറച്ച് കലയിർപ്പും. ആ നമ്മടെ മീനൊക്കെ പിടിച്ചോണ്ടിരിക്കണ്ട. മറിച്ചോ നമ്മുടെ മീനൊക്കെ കഴിഞ്ഞു തുടങ്ങിയട്ടാ. അവസാനത്തെ കോരൊക്കെയാണ് നമ്മുടെ ആനക്കുടും പാപ്പനാണ്ട കോർണർ. നോക്കിയേ നമ്മുടെ മീൻ മൊത്തം ഇതിൽ പിടിച്ചിട്ടേക്കേണ്ട. അവസാനത്തെ ഒരു കറുപ്പ് പോരട്ടെ. കുറെ നേരെ വിളച്ചിലെടുക്കണ്ട. ഓ അത് സെറ്റ് കറുപ്പാണ്ടാ. അവനാണ് വന്ന് അടിച്ചേച്ച്. ഗായ്സ്
ഇത് കണ്ട കഴിഞ്ഞട്ടാ കുറച്ച് ചെറുതുണ്ട് ടൈല്. നമ്മുടെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞിട്ടാ കൂട് മൊത്തം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കണ്ട ഇവിടെ കൂടിൻ്റെ അകത്തത്തെ മൊത്തം പിടിച്ചു കഴിഞ്ഞിട്ടാ ഏകദേശം തീർത്തിട്ടുണ്ട് മൊത്തം. ഗായ്സ് അപ്പോൾ ഞാൻ ഇടക്കിടക്ക് പറഞ്ഞില്ലേ ഒരു കറുപ്പിൻ്റെ കാര്യം നമുക്ക് അതിനെ പിടിക്കാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ അകത്തുനിന്ന്. പക്ഷേ പൊക്കി എടുത്തപ്പോഴാണ് അവനെ കിട്ടിയത്. കാണിച്ചിട്ടാ സെറ്റപ്പ് ഒരു ഹമ്മൂര് ഇടയിൽ കിടപ്പുണ്ടായിട്ടാ. പിന്നെ പിടിക്കണ കുറച്ച് ടാസ്ക്കാണ് കയ്യിലിട്ട് പിടിക്കണത്. ഒന്ന് കാണിച്ചു തരാം. കണ്ട അങ്ങനെ പിടിക്കൽ കുറച്ച് ചടങ്ങ് പരിപാടിയാണ്. നേരത്തെ അമ്മ കുറെ നേരമായിട്ട് നോക്കിയിരുന്ന നമ്മുടെ കറുപ്പട്ട. ഇതെങ്ങനെ പോയാലും ഒരു 2 കിലോ റേഞ്ച് വരും കേട്ടോ. നല്ല സെറ്റപ്പ് കറുപ്പാണ്. പക്ഷെ സംഭവത്തിന് ഒരു കുഴപ്പമില്ല. പിടച്ചത് നോക്കി എന്നെ വരുന്നു കാണാണ്ട പുക പോണണ്ട പുക പോട്ടെ എന്താ എന്താടാ മിക്കവാറും അതിന്റെ ആത്മാവായിരിക്കോടാ. ഞാനേ കറുപ്പിന് അങ്ങനെ ഞാൻ പൊക്കിയിട്ടുണ്ട് കേട്ടാ. എന്താ ബാക്കി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തീർന്നിരിക്കണ്ട. ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൂടുതൽ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യേണ്ട വേറെ ഒന്നുമല്ല. ഇനി നമുക്ക് ഒരു കൂടുകൂടി പിടിക്കാനുണ്ട്. പക്ഷേ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കോരിയൊന്നും പിടിക്കണം. നേരെ പൊക്കി വഞ്ചിയിലിടാം, നേരെ വീട്ടിൽ കൊണ്ട് അത്ര ഉള്ള പണി ഗൈസ്. പക്ഷേ കാണിക്കാൻ പറ്റില്ല. വേറെ ഒന്നുമല്ല എന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് ഇല്ല എന്നതൊക്കെ. രണ്ടാമത്തെ കാര്യം നമ്മുടെ ലൈറ്റിൻ്റെയും പവർ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഉള്ള നേരത്തെ ഞാൻ വൈൻഡപ്പ് പറയേണ്ട കേസ് പറ്റിയാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചേക്കാം. അടുത്തൊരു എപ്പിസോഡായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യട്ടെ കേസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ വിലയേറിയ കമൻസ് എല്ലാം മറക്കാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് കേസ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ അടുത്തോണം. എല്ലാവർക്കും ബൈ.